ആലുവ മൂന്നാർ രാജപാത തുറക്കണമെന്ന ആവശ്യത്തിൽ വനം വകുപ്പിന്റെ നിലപാട് തീരുമാനിക്കാൻ വിദഗ്ധരെ ഉൾപ്പെടുത്തി വിശദമായ പഠനം നടത്തുമെന്ന് വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. രാജപാത സന്ദർശിച്ച ശേഷമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. രാജപാത തുറക്കുന്നതിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യത്യസ്ത അഭിപ്രായമാണ് നേരത്തെ അറിയിച്ചിട്ടുള്ളത്. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൂയംകുട്ടി വഴിയുള്ള പഴയ ആലുവ മൂന്നാർ രാജപാതയിൽ ഗതാഗതം അനുവദിക്കണമെന്ന ആവശ്യത്തിൽ ലഭിച്ച നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ സന്ദർശനം. രാജപാത തുറക്കുന്നതിൽ ഉറപ്പു നൽകാനോ പ്രതീക്ഷ നൽകാനോ മന്ത്രിക്ക് കഴിഞ്ഞില്ല. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രദേശത്തെ ജൈവ വൈവിധ്യത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിക്കേണ്ടതുണ്ട്. അതിനാൽ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കണമെന്ന് തീരുമാനിക്കാൻ വിദഗ്ധ സംഘത്തെ നിയോഗിച്ച് പഠനം നടത്തുമെന്ന് സന്ദർശനത്തിന് ശേഷം മന്ത്രി വ്യക്തമാക്കി. രാജപാത റോഡിനെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ജനപ്രതിനിധികളുമായി പോയി നേരിട്ട് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു സന്ദർശനം വെച്ചത്. ഇന്ന് ഞങ്ങൾ അവിടെ പോയി ഏകദേശം 6-7 കിലോമീറ്റർ വരെ വണ്ടി പോകുന്ന സ്ഥലം വരെ ഞങ്ങൾ പോയി പരിശോധിച്ചു. ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇത് നാട്ടുകാരുടെ ജനങ്ങളുടെ എല്ലാം വലിയൊരു ആഗ്രഹമായി നിൽക്കുമ്പോൾ തന്നെ ജൈവ വൈവിധ്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കേണ്ടതുണ്ട്. അത് എത്രത്തോളം എങ്ങനെ ഇതിനെ ബാധിക്കുമെന്നുള്ളത്. അന്നേരം അത് ഇന്നിപ്പോൾ ഹൈക്കോടതി നിയോഗിച്ച ഒരു എക്സ്പെർട്ട് കമ്മിറ്റി ഉണ്ട്, IAS ഓഫീസർ. ഇതുകൂടാതെ തന്നെ ആ കമ്മിറ്റി കൂടാതെ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ഈ ദിവസങ്ങളിൽ കൊടുക്കും. അത് കൂടാതെ തന്നെ അത് നേര്യമംഗലത്തിലാണ്, ഇതിനുമുണ്ട് കമ്മിറ്റി. അന്നേരം ഒരു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇതിനെ സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കണമെന്ന് വിദഗ്ധരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ചുകൂടെ പഠനം നടത്താനാണ് ഞങ്ങൾ സന്ദർശനത്തിന് ശേഷം വന്ന് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനത്തിലെത്തി. രാജപാതയിലൂടെ വാഹനമോടിക്കാൻ കഴിയുന്ന 7 കിലോമീറ്ററോളം മന്ത്രി സഞ്ചരിച്ചു. ഷിബു തെക്കുംപുറം MLA-യും F. രാജ MLA-യും ഡീൻ കുര്യാക്കോസ് MP-യും ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പമുണ്ടായിരുന്നു. തട്ടേക്കാട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ വർദ്ധിച്ചുവരുന്ന വന്യമൃഗശല്യം സംബന്ധിച്ച ചോദ്യങ്ങൾക്കും മന്ത്രി മറുപടി നൽകി. ഇവിടെ വന്നപ്പോൾ ഇത് അങ്ങനൊരു വ്യക്തമായ ഒരു സ്ലോപ്പും ഒരു ആനത്താര അല്ലാത്തതുകൊണ്ട് ഒരു 400-ൽ പരം മീറ്റർ ഇവിടെ ഇപ്പം പരീക്ഷണാർത്ഥം ചെയ്യുകയാണ്. അതും പരിശോധിച്ച ശേഷം നമുക്കിതെല്ലാം കൂടെ ചേരുന്നതാണ്. ഏറ്റവും പ്രോബ്ലമാറ്റിക് ഏരിയയിൽ ഇതൊന്നും പോരാ, 3 ലെയർ ഉള്ള ഡിഫൻസ് സിസ്റ്റം വേണം. ആനയെ പോലെ ഇന്റലിജന്റ് ആയിട്ടൊരു ആനിമൽ ഇല്ല. അന്നേരം ഞങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഈ ഇവിടെ എലിഫൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഇത് AI ഉപയോഗിച്ചുള്ള സൗണ്ട് ആൻഡ് ലൈറ്റ് ഉള്ള ടൂൾസ് ആണ് ഉള്ളത്. സെക്കൻഡ് ലെയർ ഹാങ്ങിങ് ഫെൻസ് ആണ്. തേർഡ് ലെയർ ആണ് ഇതിന്റെ ഭയങ്കരമായി 12 അടി പൊക്കത്തിൽ ലാഷിംഗ് ബെൽറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇത് വെച്ചുകൊണ്ട്, അതൊക്കെ ചൈനയിൽ നിന്ന് വരുത്തേണ്ട സാധനങ്ങളാണ്. ഇത് ചേർന്നുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ഒന്നാലോചിക്കുന്നത്. പിന്നെ ഇതിന്റെ ടെറൈൻ വെച്ച് ഒരു ഭാഗത്ത് ചിലടത്ത് നമുക്ക് ഫെൻസ് ഇട്ടാൽ അതിൻ്റെ തൊട്ട് താഴെ ഒരു ട്രെഞ്ച് മതിയെങ്കിൽ നമുക്ക് അങ്ങനെ ആലോചിക്കാം. പിന്നെ ഇതിനൊരു ടോട്ടൽ കോംപ്രിഹെൻസീവ് പ്ലാൻ തയ്യാറാക്കണമല്ലോ. പലയിടത്തും പല സാധനങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആട് പച്ചിൽ കടിക്കുന്ന പോലെയാണ്. ഒരിടത്ത് കുറച്ച് ഫെൻസ് ഇടും, അതിൻ്റെ തൊട്ടപ്പുറത്ത് ഓപ്പണായി കിടക്കും. അതുകൊണ്ട് ഫലപ്രദമായി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. GTV ന്യൂസ്, കുട്ടമ്പുഴ.